ടി.പി. കേസിൽ പ്രതികൾക്ക് ശിക്ഷ ഇളവിന് നീക്കം. ടി.കെ. രജീഷ്, ഷാഫി, സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് സർക്കാർ നീക്കം. ഇതിനായി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടി. കത്തിന്റെ പകർപ്പ് മീഡിയ വണ്ണിന്. കെ.ആർ. സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാജു, തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പ്രതികൾക്ക് പരോൾ നൽകുന്നതിൽ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള നീക്കം കൂടി വരുന്നുണ്ട്. ടി.പി. കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ ഇത്തരമൊരു നടപടിക്ക് മുതിരുകയാണെങ്കിൽ അതൊരു വലിയ വിവാദമായി തീരാനുള്ള സാധ്യതയുണ്ട്. എന്ത് പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഈ നടപടി? അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ എന്തൊക്കെ? ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി സംസ്ഥാനത്ത് ഒരു മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേരളം കണ്ട ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ, രാഷ്ട്രീയ കുറ്റകൃത്യങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ കൊലയാളി സംഘത്തിലെ 3 പേർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാരിൽ ശിക്ഷാ ഇളവിന് അർഹരായവരുടെ പട്ടിക ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കി. ഈ പട്ടികയിലാണ് ടി.പി. കേസിലെ പ്രതികളായ ടി.കെ. രജീഷ്, അതായത് ഹൈക്കോടതി 20 വർഷം തുടർച്ചയായി ജീവപര്യന്തം അനുഭവിക്കണം എന്ന് വിധി വന്നതിന് ശേഷം ആ കേസിലെ പ്രതികളായ, ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട ടി.കെ. രജീഷ്, അതുപോലെ തന്നെ അണ്ണൻ സിജിത്ത്, ഒപ്പം തന്നെ മുഹമ്മദ് ഷാഫി എന്നീ 3 പ്രതികൾക്ക് സ്പെഷ്യൽ റിമിഷൻ നൽകാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പോലീസ് റിപ്പോർട്ട് തേടിക്കൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സൂപ്രണ്ട് ഈ മാസം 13-ാം തീയതി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു കത്ത് നൽകി. ആ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത്, സർക്കാർ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്ന മാനദണ്ഡ പ്രകാരം തടവുകാർക്ക് സ്പെഷ്യൽ റെമിഷൻ അനുവദിക്കുന്നതായി പ്രസ്തുത തടവുകാരുടെ പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം ഫയൽ സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആയതിനാൽ താഴെ സൂചിപ്പിച്ചിട്ടുള്ള തടവുകാർക്ക് സ്പെഷ്യൽ റെമിഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കൾ, അയൽവാസികൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി